പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7012664326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചേലക്കരയിലും പാഞ്ഞാളിലും കാട്ടാനകളുടെ ആക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാകുമ്പോഴും വനം വകുപ്പും അധികാരികളും പുലർത്തുന്ന നിസ്സംഗതയിൽ ജനരോഷം ശക്തമാകുന്നു. ചിറങ്കോണം മണലാടി പ്രദേശത്ത് ഓരവേലികൾ തകർത്ത് കാട്ടാനക്കൂട്ടം ഭീതി വിതച്ചു. കാട്ടാനയുടെ വിളയാട്ടം തുടരുന്നു. കാട്ടാന ഭീതി വിതയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു വിശകലനം നടത്താം. നാട്ടുകാരുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത അധികാരികളുടെ കൊടും ക്രൂരതയ്ക്കെതിരെ പാഞ്ഞാൾ ചേലക്കര മേഖലകളിൽ വൻ ജനരോഷം ഇരമ്പുന്നു. ഓരോ തവണ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും അടിയന്തര നടപടിയെന്ന വ്യാജേന ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും പ്രാദേശിക ഭരണകൂടങ്ങളും സ്ഥലം സന്ദർശിച്ച് വെറും പ്രഹസന യോഗങ്ങൾ മാത്രം കൂടി ചായ കുടിച്ച് പിരിയുന്നതല്ലാതെ ശാശ്വത പരിഹാരം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആക്രോശിക്കുന്നത്. പീച്ചി വനമേഖലയിൽ നിന്നും കുതിരാമ്പഴി മച്ചാട് മലയിലേക്കെത്തുന്ന കാട്ടാനകളെ കുങ്കിയാനകളുടെ സഹായത്തോടെ കുതിരാനിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്നും പിന്നീട് കാട്ടാനകൾക്ക് മച്ചാട് മലയിലേക്ക് പ്രവേശിക്കാനാകാത്ത വിധം ഉപയോഗശൂന്യമായ റെയിലുകൾ ഉപയോഗിച്ച് അടിയന്തരമായി റെയിൽവേലി സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ ചിറങ്കോണം, മണലാടി, ഒലിപ്പാറ, ഉന്നതി, തോട്ടേക്കോട്, തോന്നൂർക്കര എന്നീ മേഖലകളിലാണ് കാട്ടാനകളുടെ താണ്ഡവം അതീവ ഗുരുതരമായി തുടരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏക്കർ കണക്കിന് തെങ്ങും വാഴയും മറ്റു കൃഷികളുമാണ് കാട്ടാനക്കൂട്ടം ചവിട്ടിമെതിച്ച് നശിപ്പിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് മുൻപ് സ്ഥാപിച്ചിരുന്ന സൗരവൈദ്യുത വേലികളും സുരക്ഷാ സംവിധാനങ്ങളും പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർത്താണ് ആന നിസ്സാരമായി ജനവാസ മേഖലയിലേക്ക് ഇരച്ചു കയറുന്നത്. കാട്ടിൽ വരുന്ന മൃഗങ്ങളെ പ്രതിരോധിക്കാൻ ആ ഫെൻസിങ് പോരാ. ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന കമ്പിയെക്കാട്ടിലും കുറച്ചുകൂടി വണ്ണം കൂടിയ കമ്പിയാണ്. അത് ചില സ്ഥലങ്ങളിൽ 5 വരിയും ചില സ്ഥലങ്ങളിൽ 4 വരിയൊക്കെ ഇട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, മരങ്ങൾ മുറിച്ചു നീക്കി മാറ്റണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മരങ്ങൾ മുറിച്ചു നീക്കിയിട്ടില്ല. ജെൻഡർ അവിടുന്ന് ചുരുങ്ങിയൊരു 25 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ അകലെ വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതും പ്രാവർത്തികമായിട്ടില്ല. അതുകൊണ്ട് ഇത് തീർച്ചയായും അശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നതാണ് കിഫയ്ക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി പ്രഹസന യോഗങ്ങൾ നടത്തുന്നത് അവസാനിപ്പിച്ച് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി വനം വകുപ്പും ജനപ്രതിനിധികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ രംഗത്തിറങ്ങിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി തെരുവിലിറങ്ങുമെന്നാണ് പ്രദേശവാസികളുടെ അന്ത്യശാസനം. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന വിശ്വാസത്തോടെ ടീം CCV.